ഹായ് ഹലോ നമസ്കാരം. ഇന്ന് എണീറ്റപ്പോഴേ കുറച്ച് ലേറ്റായി. സൺഡേ ഒക്കെ ആണെങ്കിലേ ഇന്ന് പള്ളിയിൽ പോകാൻ പറ്റിയില്ല. രഞ്ജിത്ത് ഇന്ന് ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് ഇന്ന് പള്ളിയിൽ പോകാൻ പറ്റിയില്ല. നല്ലൊരു കാർമേഘമൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. പെയ്യോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. എന്താണേലും ഒരു കാർമേഘമൊക്കെ കാണാനുണ്ട്. പിന്നെ ഇവിടെ തണുപ്പായതുകൊണ്ട് മൊത്തം ഒരു പച്ചപ്പൊക്കെ ആയി, നല്ല ക്ലൈമറ്റും നല്ല പച്ചപ്പും ഒക്കെ ആയി തുടങ്ങി. അപ്പോൾ 2-3 ദിവസമായിരുന്നു ജൂല് മാഗി വേണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോൾ വൈകി എണീക്കുകയും കൂടെ ചെയ്തതുകൊണ്ട് എന്നാൽ രാവിലെ മാഗി ഉണ്ടാക്കിയേക്കാമെന്ന് കരുതി. വല്ലപ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ ഒന്ന് കൊതി പറയുമ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു 4 പാക്കറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു സ്റ്റോക്ക്. കുറച്ച് ഇതെന്താണെന്ന് പറയുക, നമ്മുടെ ഈ മാഗി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ ഈ സോസേജ് ഇട്ട് മാഗി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ സോസേജ് ആ മാഗിക്കകത്ത് കിടന്ന് വെന്ത് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് സോസേജും ഒക്കെ ഇതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കവും എല്ലാം കൂടെ എടുത്ത് കട്ട് ചെയ്ത് ഈ മാഗിയുടെ ഒപ്പം തന്നെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. നല്ല രുചിയാട്ടോ ഇങ്ങനെ സോസേജ് ഇട്ട് നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുമ്പം. ഒരു വട്ടം അങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇട്ടു. പിന്നെ വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കുക. നൂഡിൽസ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമല്ലേ. ഞാൻ പിന്നെ ഓൾറെഡി നൂഡിൽസ് ഉണ്ടാക്കുന്നതിൻ്റെ ഈ സെയിം നൂഡിൽസ് ഈ കമ്പനി നല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ തന്നെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാവണം നൂഡിൽസ് എല്ലാം വെന്ത് നല്ലപോലെ റെഡി. എനിക്ക് കുറച്ച് ജ്യൂസി ആയിട്ടിരിക്കുന്ന കേട്ടോ ഇഷ്ടം. പിള്ളേർക്കും അതെ, ഇത്തിരി ജ്യൂസി ആയിട്ട് നൂഡിൽസ് ഇരിക്കുന്ന കേട്ടോ ഇഷ്ടം. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഈ നൂഡിൽസ് കുടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ തന്നെ വെള്ളം ഇല്ലാതെ ഭയങ്കര ഡ്രൈ ആയി പോവും. പിന്നെ കുറച്ചധികം നേരം വെള്ളത്തിൽ കിടത്തി ഞാൻ വേവിക്കുകയും ചെയ്യും കേട്ടോ. എന്നാലേ എനിക്ക് കുറച്ച് വെന്ത് ഒന്ന് ഉടയുന്നതാണ് ഇഷ്ടം. അല്ലാതെ ക്രിസ്പി ആയിട്ടിരിക്കുന്നതിനേക്കാളും കുറച്ച് നന്നായിട്ട് വെന്ത് അതൊന്ന് പൊങ്ങി വരുന്ന കേട്ടോ ഇഷ്ടം. പിന്നെ ഇവിടെ ഭയങ്കര കളിയാട്ടോ രണ്ടുപേരും. ജസ്ലിൻ്റെ പൂച്ചയായിട്ട് ജസ്ലിൻ ഭയങ്കര കളിയാട്ടോ. അതായത് ജസ്ലിൻ ഉണ്ടല്ലോ, പൂച്ച ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം നമ്മുടെ നെയ്ബറുടെ പൂച്ച ഒരു ദിവസം പുറത്ത് ചാടിപ്പോയി, അവരഴിച്ചു വിട്ടിട്ട്. അന്നേരം ഈ പൂച്ച പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കൊച്ചിൻ്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അതൊരു ബ്ലാക്ക് ക്യാറ്റ് ആയിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ ഒരു ബ്ലാക്ക് ക്യാറ്റിനെ കാണിച്ചിട്ടാണ് നമ്മുടെ വ്ളോഗിനകത്ത്. അത് നമ്മുടെ നെയ്ബറിൻ്റെ ആയിരുന്നു, നമുക്കത് അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അറിഞ്ഞത്. അപ്പോൾ കൊച്ചിൻ്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും കൊച്ചാകെ പേടിച്ചു പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പേടിയൊക്കെ ഒന്ന് മാറ്റാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ക്യാറ്റിനെ. ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ പിന്നെ ഈ പേടിയൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ക്യാറ്റിനെ മേടിച്ചു കൊടുത്തു. ഇപ്പോൾ ഫുൾ ടൈം അതിൻ്റെ കൂടെയാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ചോറൊക്കെ ആക്കി. ചോറിട്ട് കഴിഞ്ഞിട്ടാട്ടോ പിള്ളേരുടെ അടുത്തോട്ട് പോയത്. അപ്പോൾ പിന്നെ ചോറ് വെന്തോളൂല്ലോ എന്ന് കരുതി പിന്നെ വള്ളിപ്പയറാട്ടോ കണ്ടപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തോന്നി. അപ്പോൾ വള്ളിപ്പയർ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ വള്ളിപ്പയർ. അതുപോലെ ഇത് മൂത്ത് കഴിയുമ്പോണ്ടല്ലോ ഇതിനകത്തെ കുരു തന്നെ അടത്തി നമ്മൾ മെഴുക്കോട്ടി വെക്കില്ലേ, അതും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ്. ഇപ്പം എൻ്റെ തേങ്ങാക്കൊത്തില്ല, അതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ടില്ല. പിന്നെ ഇതാ ഇതുപോലെ സബോളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇതിങ്ങനെ മെഴുക്കുവരട്ടി വെച്ച് എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാനിങ്ങനെ കേട്ടോ ഉണ്ടാക്കാറ്. നല്ല രുചിയായിട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. പിന്നെ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു, അതുകൂടെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇതിനി അരപ്പൊക്കെ തേച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി. വേറെ കറിയൊന്നും ആക്കുന്നില്ല. ആകെ മൊത്തത്തിൽ സമയമൊക്കെ എണീറ്റപ്പോൾ വൈകിയതുകൊണ്ട് ഇനി കറിയൊക്കെയാണൊന്നും സമയമില്ല. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കുരുമുളകും മുളക് പൊടിയും ഗരം മസാലയും ഉപ്പും പിന്നെ അല്പം ഇതില്ലേ മല്ലിപ്പൊടി, ഒരല്പം മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളൂ. ഒരുപാട് ഇട്ടാൽ കരിഞ്ഞു പോവും. ഒരു ലേശം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതുകൂടി ഇട്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിപ്പൊടി ഞാൻ ഇട്ടതിൻ്റെ കഥയെന്ന് വെച്ചാൽ മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല, അറിയാതെ അങ്ങ് ഇട്ട് പോയതാ. പിന്നെ അതൊക്കെ ഇട്ട് അതൊക്കെ ഫ്രൈ ചെയ്തു. അപ്പം നമ്മുടെ നെയ്ബർ വെച്ച് നമുക്ക് മട്ടൻ മന്തി കൊണ്ടുവന്ന് തന്നു കേട്ടോ. അവർ ഇന്ന് മട്ടൻ മന്തി മേടിച്ചു, അപ്പം നമുക്കും ഇങ്ങോട്ട് തന്നു. അങ്ങനെ മട്ടൻ മന്തിയും ഉണ്ട് ചോറും ഉണ്ട്. അപ്പം എന്ത് ചെയ്യും എന്ന കൺഫ്യൂഷനില്ല. പക്ഷെ മന്തി ഇനി വൈകിട്ട് കഴിക്കാം, ചോറൊക്കെ ആയതല്ലേ എന്ന് വിചാരിച്ചപ്പോൾ പിള്ളേർക്കൊക്കെ മന്തി മതി. അപ്പം മന്തി ഇപ്പോൾ കഴിക്കാമെന്നിട്ട് വേണം വൈകിട്ട് ചോറ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.